വെൽക്കം ടു ജാക്വലിൻസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഈ ബലൂൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ബലൂണൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോളും. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കിനി അതൊന്ന് വീർപ്പിക്കാം. ഓക്കെ, ഈ ബലൂൺ വീർപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അത്ഭുത പണിയാണ്. ഇത്ര പോരാ, ഇനി കുറച്ചും കൂടി ഒന്ന് വീർപ്പിക്കണം. വീർപ്പിച്ച് എൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ പോകുന്ന തോന്നണം. ഞാൻ ഈ ബലൂണോട് ഇങ്ങനെ കളിക്കാൻ കണ്ടിട്ട് എൻ്റെ മോൾക്ക് തീരെ സഹിച്ചില്ല. അവൾ ഇതിൻ്റെ നിന്ന് അടിച്ചു മാറ്റി. അത് കാരണം ഞാൻ ക്രാഫ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് റോസ് കളർ ബലൂണാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ കുറച്ച് വൈറ്റ് ഗ്ലൂവും അതുപോലെ തന്നെ വെള്ളവും മിക്സ് ചെയ്തിട്ട് അത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ബലൂണിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോളൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ നമുക്ക് ഈ ബലൂണിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വൈറ്റ് ഗ്ലൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടോ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ആ വെട്ടിയെടുക്കേണ്ട ലീഫിൻ്റെ പേപ്പറിൻ്റെ അളവ്. നമ്മൾ വൈറ്റ് പേപ്പറിൽ വെട്ടിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ കുറച്ചധികം ലീഫ് പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാനായിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കിപ്പോൾ ആ ബലൂൺ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടുസൂചി അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിൻ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ബലൂൺ നമുക്കത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് കൊണ്ടുള്ളൊരു പാത്രത്തെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ വെച്ചാൽ ബലൂൺ വയ്ക്കാം. അത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലീഫ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നിലത്ത് മുട്ടാതിരിക്കാനാണ്. ലീഫിൻ്റെ അടിഭാഗം നിലത്ത് മുട്ടി ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വെച്ച് കൊടുക്കണമെന്ന് മാത്രം. ഇനി നമ്മളിതുപോലെ ഓരോ ലീഫായിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ആ ബലൂണിൻ്റെ ഇതിൻ്റെ മേലെ ആ ഷേപ്പില്ലേ, ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഷേപ്പ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അത് ഫുള്ളും കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ഒരു ഹാങ്ങിങ് ലാമ്പ് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? നല്ല കിഡ് ലുക്കായിട്ടില്ലേ? അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.